നമ്മളിപ്പോ നമ്മളൊരു ഭിന്നശേഷി കുട്ടികളുണ്ടാകുന്ന ഈ സ്കൂളിലെ നമ്മളെ എടത്തനാട്ടുകര ചിരട്ടക്കുളം എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇപ്പൊ നമ്മളിൻ്റെത്. അവിടേക്കാണ് ഇപ്പൊ നമ്മളെ ക്ഷണിച്ചിരിക്കണത്. ഇവിടെ കൊറേ കുട്ടികളുണ്ട്. അവിടെ നിന്നേ ഓണം ഒരുക്കണുണ്ടേ. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഓണല്ലേ അതിനല്ലേ സൂറമ്മ കുട്ടികളൊക്കെ ഒന്ന് കാണും ചോദിച്ചാലോ അല്ലേ? അപ്പൊ ഞങ്ങളേക്കും സലാമലൈക്കും. ഞമ്മള് എടത്തനാട്ടുകര പിന്നെ ചിരട്ടക്കുളം സ്കൂളിന്റെ ACT സ്കൂളിലേക്കാണ് ഇപ്പൊ ഞങ്ങൾ ഈ വന്നിക്കണത്. ഇവിടെ ഞമ്മക്ക് നമ്മളെ മക്കളുണ്ട്. ഇവിടെ ഭിന്നശേഷി മക്കളാണ് ഇവിടെ ഈ ഇരിക്കണതൊക്കെ. നല്ല കുട്ടികളെ പാട്ടും പഠിക്കാനും വരക്കാനും ചിത്രം വരക്കാനും ഓർക്കൊക്കെ നല്ല ഉഷാറുള്ള കുട്ടികളാണ്. ഞങ്ങൾക്ക് ഇന്ന് ക്ഷണം വന്ന് ഞങ്ങള് ഈ സ്കൂളിൽ വന്നിക്കാണ്. ഇപ്പൊ ഈ കുട്ടികൾ പായസവും ചോറും ഓണസദ്യ അടിപൊളിയായിട്ട് MP MLA എല്ലാരും പഞ്ചായത്ത് മെമ്പർമാരും എല്ലാം അടങ്ങി നമ്മളെ പ്രിൻസിപ്പാൾ സാറിന് ഈ സ്കൂള് നല്ലൊരു സ്കൂൾ ഉയരത്തിലാകാനും എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ട്. കുട്ടികളെ വക പെനോയില് അച്ചാറുകള് ഒക്കെ ഇവിടെ ഉണ്ടാക്കണ്ടേ. എല്ലാ ആളുകളെ സപ്പോർട്ടും സഹകരണങ്ങളും ഈ സ്കൂളിന് നമ്മളെ എല്ലാവരുടെ സഹകരണങ്ങളും വേണം. എല്ലാരും എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ഈ സ്കൂളിന് പ്രത്യേകിച്ചൊരു ചെയ്തു കൊടുക്കണം. നമ്മളെ കുട്ടികളാണ്, ഭിന്നശേഷി കുട്ടികളാണ്. എല്ലാവരുടെ സപ്പോർട്ടും സഹകരണങ്ങളും ഉണ്ടാകണം. ഇതിപ്പോ ഈ സ്കൂൾ ഉണ്ടാക്കാന് എത്ര കാലായി എന്നാവൂലേ ചോദിച്ചോക്കെ പെണ്ണെ ഈ മാസ്റ്റർമാരോടൊന്നാണ് ചോദിച്ചാലോ. എത്ര കുട്ടികളുണ്ട്? അല്ല മാസ്റ്റർ ഇത് എന്ന് ഇത് തുടങ്ങിയത്? ഇത് തുടങ്ങി 2005-ല് ഞങ്ങളൊരു ട്രസ്റ്റ് ഉണ്ട്, അഭയം ട്രസ്റ്റ്. അതില് ആ ട്രസ്റ്റാണ് ഇത് തുടങ്ങിയത്. ഇത് ഞങ്ങളിങ്ങനെ സാമൂഹ്യ പ്രവർത്തനമൊക്കെ നടത്തിയിരുന്നു. അത് നടത്തി അങ്ങനെ 2011-ല് ഞങ്ങളൊരു സ്കൂള് തുടങ്ങി. പിന്നെ ആ സ്കൂൾ തുടങ്ങി. കൊറോണ അതിൽ ആ സ്കൂള് നിർത്തി. അപ്പൊ ഞങ്ങള് ഭിന്നശേഷിക്കാര് പ്രത്യേകിച്ച് മെന്റലി ചലഞ്ചഡ് ഫിസിക്കലി ഏബിളായ ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഞങ്ങളെ മെയിനായിട്ടുള്ള ഉദ്ദേശം 18 വയസ്സിനും 55 വയസ്സിനുള്ള ആൾക്കാരെയാണ് പിടിക്കുക. അത് വീട്ടിൽ കിടക്കുന്നവർ ഞങ്ങൾ ശുശ്രൂഷിക്കും. അതുപോലെ ഇവിടെയുള്ള എല്ലാവരും ഞങ്ങൾ നോക്കും. ഇവിടെ വരുന്ന കുട്ടിക്ക് രാവിലെയും ഭക്ഷണം കൊടുക്കും, ഉച്ചക്കും ഭക്ഷണം കൊടുക്കും. സർക്കാർ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും. ഇതൊക്കെ ഈ കഞ്ഞിയും ചോറൊക്കെ വെറുതെ വെച്ചിലാക്കി കൊടുക്കാറോ? വൈകുന്നേരം അയ്യാ എല്ലാരും കുട്ടികളുണ്ട് ഇവിടെ 60 കുട്ടികൾ റേസർ. പാലക്കാട് ജില്ലത്തെ കുട്ടികൾ മാത്രമാണോ ഇവിടെ? പാലക്കാട് ജില്ല കുട്ടികളാണ് അധികമുള്ള ഇവിടെ ആണല്ലേ? മണ്ണാർക്കാടും പാലക്കാടും ഇല്ലേ? ടീച്ചർമാർ എത്ര ഉണ്ട് ഇവിടെ? ടീച്ചർമാർ ഇതേമാതിരി കണ്ട ഒരേ കളറ് സാരിയൊക്കെ എടുത്ത ടീച്ചർമാര് 5 ടീച്ചർമാര്. ടീച്ചറുടെ പേരെന്താണ്? ഇവിടെ എത്രയായി? 2 കൊല്ലായി. പെണ്ണെ ഇവിടെ ഇട്ടിട്ടൊന്നുണ്ട് ടീച്ചറെ. ഞങ്ങൾ പഠിച്ചാൽ നല്ല കുട്ടികളെ ഞങ്ങള്. പിന്നെ നമ്മളെ ഒരു മെമ്പർ ഇതിന്റെ മുന്നെല്ലാരും മെമ്പറാണ്. അതാണ്ട് ആ പച്ച സെറ്റ് സാരി ഏതാണ്ട് ഇങ്ങനത്തെ ഈ കളർ ഒരേ ആദിക്കേണ്ട ടീച്ചറെ ഇങ്ങോട്ട് വരുമ്പോ എന്തായി നോക്കിക്കണത്? ഞങ്ങൾ നിങ്ങളെ കാണാൻ പോകുന്നതല്ലേ. 60 കുട്ടികൾ ഇപ്പൊ ഇവിടെ ഉണ്ടല്ലേ? എത്ര ടീച്ചർമാരാ? പേരെന്താണ്? 4 ടീച്ചർമാര്. വീട് എവിടെ? പെണ്ണെ വാഹനത്തിന് ഡ്രൈവറും ഇത്രേ ഇവിടെ കൊണ്ടാക്കാനും കൊണ്ടുവരാനും ഒക്കെ എല്ലാത്തും വെറുതെ. അതിലെ പുണ്യ കുട്ടൂല ഈ മാസത്തേക്ക് എല്ലാ കുട്ടികളെയും രാവിലെ കൊണ്ടുപോകും. പിന്നെ ആയിട്ടൊക്കെ അന്നഭക്ഷണം ഇവിടുന്ന് ഒക്കെ കൊടുക്കും. ഇതേപോലെ മെമ്പറാണ്. ഇവിടെ ആയത് മെമ്പറാണ്. അച്ചറാന്നാണ് പേര്. എല്ലാ കാര്യത്തിനും ഇവിടെ ഉണ്ടാവും. ഉഷാറാണ്. എന്താണെങ്കിലും ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ പറഞ്ഞോളൂ. നമ്മളെ സ്കൂളിനെ പറ്റിയിട്ട് ഞങ്ങളെ ഭാഗത്തുനിന്നില്ല എല്ലാ സപ്പോർട്ടും സഹകരണങ്ങളും ഞങ്ങൾ ഈ സ്കൂളിൽ ഉണ്ടാകും. ഞങ്ങൾ ഇത് നമ്മളെ ബാബുവാണ്. പാലക്കായിട്ട് നമ്മളെ ബാബുവാണ്. ബാബു ഞാൻ അങ്ങനെ നോക്കാത്തയാണ്. 19 വയസ്സ് പച്ചായി. എന്നാലും എന്നോട് എല്ലാ കാര്യവും പറയും. ഇവിടുത്തെ നല്ല മെയിൻ ഒരു കുട്ടിയാണ്. എല്ലാരും നോക്കും. പിന്നെ അച്ചാറുകൾ ഉണ്ട് ഇവിടെ കുട്ടികൾ ഉണ്ടാക്കണു. പിന്നെ എന്തൊക്കെ ഇവിടെ ടീച്ചറെ ഉണ്ടാക്കണത് കണ്ടത് അതൊക്കെ കക്കൂച്ചക്ക് പറഞ്ഞത് എല്ലാ കൊണ്ടുവരാണ്ടുണ്ട് ഇവിടെ.
കൊടുക്കും ചെയ്യ പൈസ നമ്മൾ ആരെന്ത് വാങ്ങുകയാണെങ്കിലും ഈ കുളിക്ക് പറഞ്ഞേക്കുക ഇതൊക്കെ ഒരു സഹായാവൂലേ പിന്നെന്താ എല്ലാരും നമ്മളെ കുടിക്ക് വേണ്ട സാധനങ്ങൾ ഇവിടെ ഉണ്ട് എല്ലാരും പിന്നെ വന്ന് വാങ്ങാൻ സഹകരിച്ച നമ്മളാ കഴിഞ്ഞ എല്ലാ സപ്പോർട്ടും ഈ കുളിന് വേണം അവിടെ രസീത് ഉണ്ടായിരുന്നല്ലോ പെണ്ണെ ഏതാടോ അതാ കുത്തിരിക്കും ഓൻ ഇവിടുത്തെ മെയിനാണ് ആണോ ഇതിന്റെ മുമ്പ് അവിടെ വന്നിക്കണോ പിന്നെ എന്നാൾ ഈ മാസ്റ്ററിനെ വിളിച്ചിരുന്നു തന്നെ അപ്പോഴല്ലേ ഞാൻ അറിയുന്നത് അറിഞ്ഞിട്ടില്ലേ ഇതുവരെ വെച്ചത് അറിയില്ലായിരുന്നു ഈ മാസ്റ്റർ എന്ത് പറഞ്ഞു നിങ്ങൾ ആ സ്കൂളിലേക്കൊന്ന് വരണം നിങ്ങളെ വക എല്ലാ ഇതും അവിടെ നിങ്ങൾ സജ്ജമായിട്ട് ഉണ്ടാവണം എന്നാണ് പൊന്നാര കനിയെ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോ നമ്മളെ കുട്ടികള് ടീച്ചർ നിങ്ങള് കുട്ടികൾക്കൊക്കെ നല്ല ഇതാണ് പറയുന്നത് കേട്ടിട്ട് ടീച്ചറുടെ വീട് ഇവിടെ തന്നെയാണ് പുതിയ വേറൊരു ചെറിയ കുട്ടികളെ പഠിപ്പിച്ചു ഈ ടീച്ചറെ അംഗനവാടിയില് ഇതിന് കുട്ടികളെ പഠിപ്പിച്ച തികയില്ലല്ലോ ഇപ്പൊ ഞങ്ങൾ ഈ കുളുക്കും പോലക്കാണേ അതാണ് ഇതിന്റെ കാര്യേ എന്താ മോളെ എങ്ങനത്തെ കുട്ടികളല്ലേ ഇപ്പൊ നമ്മള് നോക്കണത് നോക്കിയാ കയറ്റങ്ങളെ മുഖത്തേക്ക് ചെന്നോക്കട്ടെ പേരെന്താന്ന് ചോദിച്ചോക്കട്ടെ എന്താ എന്റെ പേര് അക്കറല്ലേ അസ്കറില്ലേ എന്റെ പേരെന്താ തന്നെ എന്റെ പേരെന്താ ഇതാണ് സൂറമുവാ നമ്മളെ റഷീദ് എന്ന് പറയുന്ന ആദ്യം ഇതൊക്കെ നമ്മൾ അറിയണേനെ നമ്മളെ കൂടി നമ്മളെ ആശിക്കല്ലേ മുജീബ ഇതുണ്ടോ അല്ലേ മുജീബ് അപ്പൊ എന്തായാലും വല്ലാത്തൊരു സന്തോഷമായി ഇതിനെയൊക്കെ കണ്ടോക്കുമ്പോ എന്താ എന്റെ പേര് സാബി നല്ല കുട്ടി കേട്ടോ നമുക്ക് ഇവിടുത്തെ രക്ഷിതാക്കളാ കുട്ടികളമ്മാരാണ് എന്റെ പേരെന്താ പാട്ടൊക്കെ പാടില്ലേ നല്ല കുട്ടിയാണ് കേട്ടോ നല്ല കുട്ടി ആണെങ്കിലും നിങ്ങളെ ഈ ഓണസദ്യൊക്കെ ഞങ്ങളെ ഉണ്ടപ്പോ ഭയങ്കര കുട്ടികളെ എമ്മാർ ചട്ട ഈ കുളിന്നിപ്പോ ഞങ്ങളെ ഭക്ഷണം കഴിച്ചോക്കുമ്പോ അതിന്റെ ഒരു രസം പഠിച്ചോനെ നല്ല സദ്യയായിരുന്നു ഉസാറായി പെണ്ണെ പായസത്തിന്റെ ഒരു പായസം ഇതാണ് നമ്മളെ എന്തപ്പോ സൽമാനെ ചക്കക്കുരുട്ട് മണ്ടിന്ന് അല്ല വണ്ണെ ചക്കക്കുരു അങ്ങോട്ടും വിട്ട് ഓടിന്നു കളി ഉണ്ടായിരുന്നു കച്ചാലക്കളി ഉണ്ടായിരുന്നു ഈ പുളിന് നാരങ്ങയിട്ട് വണ്ട് അതുണ്ടായിരുന്നു എന്തൊക്കെ ചുറങ്ങു ഒറ്റ കൈയിട്ടല്ലേ വന്നു ഇനിയിപ്പൊ ആരേലും കാണാത്തണ്ട് ഇപ്പൊ ഞാന് ആയിക്കോട്ടെ ചേച്ചി നിങ്ങളെവിടെയാണ് മുണ്ടക്കുന്നില്ലേ ഇപ്പൊ എല്ലാരും പരിചയപ്പെട്ടു വല്ലാത്തൊരു സന്തോഷമായി ഇങ്ങനെ ഒരു സ്കൂൾ ഇവിടെ ഉണ്ടായാലോ ഞാൻ മുണ്ടെന്ന് ടീച്ചർ വരണ്ട ആയിക്കോട്ടെ അപ്പൊ എല്ലാരും കണ്ടു വളരെ സന്തോഷം എന്നാ ഇനിയിപ്പോ നാട്ടിലേ നമ്മളിപ്പോ ഉള്ളത് എടത്തനാട്ടുകരയിലെ അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പകൽ വീട്ടിലാണ്. പ്രിയങ്കരനായ ശ്രീ ഏനു, അതുപോലെ തന്നെ മുൻ പഞ്ചായത്ത് മെമ്പർ റഷീദ്, ഇവരൊക്കെയാണ് ഇപ്പോൾ ഈ സംവിധാനം നടത്തിക്കൊണ്ടുപോകുന്നത്. മുൻ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരന്റെ ഓർമ്മകളിലാണ് ഇങ്ങനെ ഒരു സ്ഥാപനം പിറവിയെടുക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇത് എടത്തനാട്ടുകരയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ഇപ്പോൾ 60 ഫിസിക്കലി മെന്റലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ വരുന്നത്. അവർക്കുള്ള വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനം ലഭിച്ചവർ മറ്റ് നിലക്കുള്ള സംഗതികളെല്ലാം ഉൽപ്പാദിപ്പിച്ച് അച്ചാറ്, അതുപോലെ തന്നെ പിന്നെ ടൈലറിങ് ഒക്കെ ആയിട്ട് അവർ ചില ഉൽപാദനവും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വളരെ ഏറെ നമ്മളെല്ലാവരും പിന്തുണയ്ക്കേണ്ട ഒരു കേന്ദ്രമാണിത്. പാവപ്പെട്ട വീടുകളിലുള്ള ഇത്തരം ആളുകൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത്. ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ എല്ലാ വർഷവും എന്ന് പറഞ്ഞ പോലെ ഒരു സന്ദർഭങ്ങളിലെങ്കിലും ഞാനിവിടെ വരാറുണ്ട്. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ്. കുറേ ആളുകൾക്ക് 18 വയസ്സ് മുതൽ 50-55 വയസ്സ് വരെയുള്ള ഇത്തരത്തിൽപ്പെട്ട ആളുകളെ ഇവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു വലിയ ആശ്വാസമാണ്.
വീട്ടിൽ നിന്ന് വന്ന് ഇങ്ങനെ പൊതുവിൽ ഇടപഴകാനും അതുവഴി അതുപോലുള്ള മറ്റ് സഹായങ്ങൾ ലഭിക്കുന്നു. അതൊക്കെ അവർക്ക് വലിയ ആശ്വാസമാണ്. അപ്പൊ ഇന്ന് ഓണാഘോഷം എല്ലായിടത്തും നടക്കുന്നതാണ്. നമ്മുടെ ഓഫീസുകളിലും സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നടക്കുകയാണ്. അപ്പൊ അത് ഇവിടെ അവർക്കൊരു വേറിട്ടൊരു അനുഭവമാണ്. ഒരു ഓണസദ്യ കഴിക്കുക, ഒന്നിച്ച് ഓണവുമായി ബന്ധപ്പെട്ട് കലാപരിപാടികളൊക്കെ നടക്കുന്നു. അപ്പോൾ വളരെ ഏറെ എല്ലാ അർത്ഥത്തിലും അത്തരം ആളുകൾക്ക് വലിയ പിന്തുണയും സൗകര്യവും ചെയ്തു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇപ്പോൾ ഇത് മാറിക്കൊണ്ടിരിക്കുക. അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിന്, പ്രത്യേകിച്ച് ശ്രീ ഏനു അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സംവിധാനത്തിന് ഞങ്ങളൊക്കെ എല്ലാവിധ പിന്തുണയും നൽകും. സർക്കാരിൽ നിന്നും കുറച്ച് സഹായങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട്. മറ്റ് സുമനസ്സുകളും ഈ സംരംഭത്തെ സഹായിക്കണം. അങ്ങനെ നമുക്കിത് ഇത്തരം ആളുകൾക്ക് ഒരു എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു കേന്ദ്രമായിട്ടിത് മാറ്റാൻ നമുക്ക് കഴിയണം. എല്ലാവിധ വിജയങ്ങളും ഈ പ്രസ്ഥാനത്തിന് ഞാൻ ആശംസിക്കുകയാണ്. ഇത് തുടങ്ങിയ ഒരു ട്രസ്റ്റാണ് ഇത്. അന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ കരുണാകരൻ്റെ അനുസ്മരണയ്ക്ക് വേണ്ടി ഇത് പ്രവർത്തിക്കുക എന്നുള്ള തീരുമാനത്തിലായിരുന്നു. അങ്ങനെ കരുണാകരൻ്റെ മരണശേഷം കരുണാകരൻ്റെ സ്മരണക്കായി ഇവിടെ പല പ്രവർത്തനങ്ങളും 2011 ബഹുമാനപ്പെട്ട MLA ആണ് ആ സ്കൂൾ ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ ഞങ്ങളൊരു ഫ്രീസർ ഞങ്ങൾ വാങ്ങി കരുണ കൊടുത്തു. അതും ഈ MLA ആണ് കൈമാറ്റം ചെയ്തത്. പിന്നെ ഞങ്ങൾ കാലാകാലങ്ങളിൽ ഓരോ ആൾക്കാരെ ആദരിക്കലുണ്ട്. അതിനും MLA പങ്കെടുക്കണം. MLA പങ്കെടുക്കാത്ത ഞങ്ങൾക്കൊരു പരിപാടി ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് അതിയായ ചാരിത്രമുണ്ട്. ആ കാര്യത്തിൽ ഞങ്ങൾ എപ്പോൾ വിളിച്ചാലും ഈ ഭിന്നശേഷിക്കാരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്ന് വാക്ക് ആദ്യം തന്നെ തന്നിരുന്നു. പിന്നെ ഇപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾ ഓണാഘോഷമാണ്. പിന്നെ ഞങ്ങൾക്ക് സിവിൽ സപ്ലൈസിൽ നിന്ന് അരി കിട്ടുന്നുണ്ട്. ഈ അരി ബാലൻസ് ഉള്ള അരി വീടുകൾക്ക് ഇന്ന് മുതൽ കൊടുത്തുവിടുകയാണ്. കഴിഞ്ഞ മാസമാണ് ഞങ്ങൾക്ക് അരി കിട്ടിയത്. ആ അരി കിട്ടിയ ബാലൻസ് ഉള്ള അരി അവരുടെ വീടുകൾക്ക് കിടപ്പിലായ ഭിന്നശേഷിക്കാരുണ്ട് 10-18 കുട്ടികൾ, അവരുടെ വീടുകൾക്ക് ഒരു 10 കിലോ അരി വെച്ച് വിതരണം ചെയ്യാണ്. ഈ 27 കുട്ടികൾക്കാണെങ്കിൽ സിവിൽ സപ്ലൈസ് റേഷൻ അനുവദിച്ചിട്ടുള്ളത്. ആ 27 കുട്ടികളിൽ റേഷൻ ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ള കിടപ്പിലായ കുട്ടികൾക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മത്തിനാണ് ബഹുമാനനായ നമ്മുടെ MLA ഇവിടെ എത്തിയിട്ടുള്ളത്.